ആരുടെ പാൻറ്റാന്നറിയില്ല, ഞാൻ കഴുകി വെച്ചു. എന്ത് ചെയ്യാനാ? കോളേജിൽ പഠിക്കുന്ന ദിനേശ് ആരാ? എന്റെ റൂംമേറ്റ്. ഇതാ ഇവനാ. എന്താ കാര്യം? നോക്കൂടാ പെണ്ണുങ്ങൾ, നിന്നോട് പറഞ്ഞത് പറയാൻ. ഹലോ, നിർത്ത്. എന്തിനാടാ വക്കീലിനെ കൊണ്ട് വന്നത്? ഞാൻ വക്കീല്. എന്തിനാ എന്റെ ക്ലയന്റിനെ ഇങ്ങനെ അടിക്കുന്നത്? കൂടെ പഠിക്കുന്ന പെണ്ണിന് പ്രേമലേഖനം കൊടുത്തിരിക്കുന്നു. കൂടെ പഠിക്കുന്ന പെണ്ണിന് ലവ് ലെറ്റർ കൊടുക്കാതെ പിന്നെ നിങ്ങൾക്കാണോ തരേണ്ടത്? എടാ, നീ എന്റെ നേരെ കഴിച്ചോണ്ടെന്നോ? എന്തിനാടാ വക്കീലിനെ കൊണ്ടുവന്നത്? ഞാൻ വക്കീൽ വെങ്കി സംസാരിക്കുന്നു. ഒരു കോളേജിൽ പഠിക്കുന്ന പയ്യൻ കൂടെ പഠിക്കുന്ന പെണ്ണിന് ലവ് ലെറ്റർ കൊടുക്കാതെ അവിടുന്ന് നേരെ വന്ന് വനിതാ പോലീസ് സ്റ്റേഷൻ വന്ന് നിങ്ങൾക്ക് തന്നിട്ട് എനിക്ക് പ്രേമിക്കണം എന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ പോലീസായിട്ട് സംസാരിക്കേ. ശരിയാണോ കേട്ടെ? പെണ്ണിന് നീ ലെറ്റർ കൊടുത്തായിരുന്നോ? ഒരു പെണ്ണിനല്ല ചേട്ടാ, ഞാനിതുപോലെ 10 പെണ്ണുങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ വക്കീൽ വെങ്കിയാ സംസാരിക്കുന്നേ. അവന്റെ ദേഹത്തൊന്ന് കൈയെടുക്ക്. ചേട്ടാ, ഞാൻ ആ പെണ്ണിന് കൊടുത്ത ലെറ്റർ ഇവരോടൊന്ന് വാങ്ങി വായിച്ചു നോക്കാൻ പറ. അതിൽ ഒരു വാക്കെങ്കിലും തെറ്റായിട്ടുണ്ടെങ്കിൽ ഇവരെന്നെ അടിച്ചു കൊന്നോട്ടെ. എന്റെ മരണത്തിന് കാരണം ഞാൻ തന്നെയാണെന്ന് ഞാൻ തന്നെ എഴുതി കൊടുത്തോളാം ചേട്ടാ. ആരാടാ നിന്റെ പേര് കംപ്ലൈന്റ് കൊടുത്തേ? ഹേമ എന്ന് പറഞ്ഞൊരു പെണ്ണാ. ഇപ്പൊ അവൾ എവിടെയുണ്ട്? കോളേജിലുണ്ടാവും. അതെ, ഞാൻ ആ പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവരുന്ന സമയത്തിനുള്ളിൽ ഇവന്റെ ദേഹത്താരെങ്കിലും കൈവച്ചാലുണ്ടല്ലോ, കൊന്നു കുഴിച്ചു മൂടും ഞാൻ. ജീവന് കൊതിയുള്ളവർക്കായി നിയമം മണ്ണാങ്കട്ടയൊക്കെ. ശിവകാശിക്ക് പേടിയില്ല. എക്സ്ക്യൂസ് മീ, എന്റെ ഈ വാദത്തിന്റെ സാമർത്ഥ്യം കാണിക്കാൻ വേണ്ടി ഈ കേസെങ്കിലും കോടതിയിലോട്ട് പോകുമോ? എടോ, കോടതി പോവാതിരിക്കാനും വേണ്ടിയാ തന്നെപ്പുള്ള വക്കീലിനെ കൊണ്ടുവന്ന്. ഒരുപക്ഷെ എന്നെ മറികടന്ന ആ വിധി കേസ് കോടതിയിലേക്ക് കൊണ്ടുപോയാൽ ഞങ്ങളെല്ലാം പോവും, പക്ഷെ നീ വരത്തില്ല. എന്താ? ഞങ്ങള് കോടതി പോവാണെങ്കിൽ തന്നെ കൊന്നിട്ടേ പോവൂ. വായിക്കേ. ലെറ്റർ വായിച്ചു നോക്കാതെ കംപ്ലൈന്റ് കൊടുത്തല്ലേ? ഇനി അത് വായിക്കേ. സ്നേഹം നിറഞ്ഞ ഹേമയ്ക്ക് ദിനേശ് എഴുതുന്നത്. ഇതുവരെ എൻ്റെ അമ്മയാ ആണെന്നെ പഠിപ്പിച്ചത്. മാസം തോറും കൂലി വേല ചെയ്ത് സമ്പാദിച്ച കാശാണ് എനിക്ക് അയച്ചിരുന്നത്. 2 മാസം മുൻപാണ് അമ്മ മരിച്ചു പോയത്. എനിക്ക് വേണ്ടി അല്ലെങ്കിലും എൻ്റെ അമ്മയുടെ ആത്മാവിന് വേണ്ടി എനിക്ക് പഠിച്ച് ഡിഗ്രി പാസ്സാവണം. ഇപ്പോൾ എക്സാം ഫീസ് 5000 രൂപ അടയ്ക്കണം. എനിക്ക് യാതൊരു നിവൃത്തിയുമില്ല. നിങ്ങളെ പോലുള്ള വലിയവരോടൊക്കെ ഞാൻ സഹായം ചോദിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളും എനിക്ക് കുറച്ച് പൈസ സഹായിച്ചാൽ നിങ്ങളുടെ രൂപത്തിൽ ഞാൻ എൻ്റെ അമ്മയെ കാണും. ഒരമ്മയായി വിചാരിച്ചിട്ടാണ് അവൻ ആ കത്തെഴുതിയത്. ആ അവനോട് ഇങ്ങനെ കണ്ടില്ലേ? തെറ്റാരുടെ കയ്യിലാന്ന് കണ്ടില്ലേ? ഒരാണ് തെറ്റ് ചെയ്തൊന്ന് പെണ്ണ് സ്റ്റേഷനിൽ വന്ന് കംപ്ലൈന്റ് ചെയ്താൽ അത്ര തന്നെ. ഇത് കേൾക്കേണ്ട താമസം അവനെ ജയിലിനകത്തിട്ടിട്ട് അവൻ്റെ പരിപ്പിളക്കും. ഇപ്പോഴോ തെറ്റ് ചെയ്തത് ഈ പെണ്ണാണ്. ഞാൻ ആണുങ്ങളുടെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇവിടെ പേര് കംപ്ലൈന്റ് ചെയ്യാം. നിങ്ങൾ അവനെ ഇടിച്ച് ശരിയാക്കിയ പോലെ പോലീസുകാർ ഇവളെ അടിച്ച് ശരിയാക്കിയാലോ? എന്തു ചെയ്യും? അല്ല, ഞാൻ അറിയാൻ മേലെന്നിട്ട് ചോദിക്കാം. ഈ അഭിമാനം എന്ന് പറയുന്നത് പെണ്ണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ആണുങ്ങൾക്ക് ഈ സാധനമൊന്നും ഇല്ലേ? ഇനി എന്താണെങ്കിലും അവനൊരാണാണ്. പോലീസായിട്ട് കാക്കി ഉടുപ്പിട്ടാലും നിങ്ങൾ പെണ്ണ്. ആദ്യം ഒരു പെണ്ണിനെ പോലെ നടക്കാൻ പഠിക്കുക, അതിനുശേഷം മതി പോലീസ് മുറയൊക്കെ. നിന്റെ താലയാണേലും ഞാൻ അറുത്തെടുത്തന്നെ. വട ഇവിടെ ചേട്ടാ, ഇത് പണയം വെച്ച് നിന്റെ ഫീസ് അടയ്ക്കുക. വേണ്ട ചേട്ടാ, ഇത് വേണ്ട. പിടിക്കടാ. ഇവന്റെ കൂടെ നീയും പോണം. എടി, നീ എന്തിനാ എന്റെ വണ്ടി കയറി? ഇറങ്ങടി. കോളേജിൽ നിന്ന് വിളിച്ചോണ്ട് വരാൻ അറിയാമല്ലോ. ഞാൻ തിരിച്ചെങ്ങനെ പോവും? നേരെ കോളേജിലേക്ക് വിട്ടോ. അല്ല, എന്താ സാർ ഇവന്റെ കൂടെ വരുന്നേ? നിങ്ങൾ ഇവന്റെ കൂടെ വരുന്നതല്ലേ കണ്ടുള്ളൂ, ഞാൻ അവന്റെ കൂടെ പോകുന്നതും കണ്ടിട്ടുണ്ട്. എന്താ സാറേ ഇത്? സാറിന് പറയുന്നത് അഭിമാനമാണോ? ഇത് നമ്മുടെ കോളേജിന് അപമാനമാ. അവൾ ആരാ? ഒരു VIP മോളാ. പക്ഷെ ആരുടെ കൂടെ അവള് ചുറ്റിക്കിറങ്ങുന്നത്? ഒരു വൃത്തികെട്ടവന്റെ കൂടെ അവള് ചുറ്റുന്നത്. സാറേ, നിങ്ങൾക്ക് വേണമെങ്കിൽ അവൻ അങ്ങനെ ആയിരിക്കാം, പക്ഷേ ആ പെണ്ണിനവൻ കാമുകനാണ്. കാമുകനോ? അതെ സാറേ,
ഈ ഹേമ നേരത്തെ എല്ലാം കോളേജിലേക്ക് എങ്ങനെയാ വരുന്നത്? ചുമ്മാ ടീഷർട്ടും പാന്റും ഒക്കെ ഇട്ട് പൊളിയായിട്ട് വരും. ഇപ്പൊ എങ്ങനെയാ വരുന്നത്? ഇപ്പോ ഹാഫ് സാരിയും പാവാട ഇട്ടോണ്ടാ വരുന്നത്. ഈ മാറ്റത്തിന് തന്നെ കാരണം അവനാണ് സാർ. സിംഗിൾ കിസ് ലവ് എന്ന് പറഞ്ഞ പാട്ട് സാർ കേട്ടിട്ടില്ലേ? അംഗീകരിച്ച പാട്ട്. അത് നിങ്ങൾ രണ്ടുപേരെ കോളേജിൽ നിന്ന് പറഞ്ഞോളൂ. Get lost. ആ ശിവകാശി എന്ന് പറയുന്ന പയ്യനുമായിട്ട് ഇപ്പോഴാണെന്ന് തോന്നുന്നു പ്രേമം ആരംഭിച്ചത്. അത് പെട്ടെന്ന് തന്നെ നിർത്തുവാണെങ്കിൽ നിങ്ങളുടെ അന്തസ്സിനും വളരെ നന്നായിരിക്കും. പറഞ്ഞത് ശരിയാണ്. ഞാൻ വേണ്ട പോലെ ഉപദേശിച്ചോളാം. അയ്യോ, അത് വളരെ റോങ് ആണ് സാർ. അതെ, ഒരു പ്രായമായ പെണ്ണിനെ ഉപദേശിക്കുക എന്ന് പറയുന്നത് ചാർജുള്ള ഫോണിൽ സിം കാർഡ് ഇടുന്ന പോലെ ഉടനെ തന്നെ ആക്ടിവേഷൻ ആവും. പിന്നെ ഇൻകമിങ്ങും ഔട്ട് ഗോയിങ്ങും ഫ്രീ ആയി മാറും. എങ്കിൽ ഞാൻ ആ ശിവകാശിയെ വിളിച്ച് ഉപദേശിക്കാം. അയ്യോ, അത് വീണ്ടും സ്ട്രോങ് ആയി മാറും. എന്റെ പെണ്ണിനെ ഉപദേശിച്ചാൽ റോങ് ആവുമെന്നും അവനെ വിളിച്ച് ഉപദേശിച്ചാൽ സ്ട്രോങ് ആവുമെന്നും പറഞ്ഞു. സാർ, ഇപ്പൊ റോഡി വേസ്റ്റ് കിടക്കുന്നത് അത് നമ്മളാണോ എടുത്ത് കളഞ്ഞേ? അല്ലല്ലോ, കോർപ്പറേഷൻകാർക്ക് ഫോൺ ചെയ്താൽ അവര് വന്നെടുത്തോണ്ട് പോയില്ലേ? അതുപോലെ തന്നെ നിങ്ങൾ പോലീസിന് ഫോൺ ചെയ്യ് സാർ. അവരടിക്കുന്ന അടിയിൽ തന്നെ നിന്നോളും.